എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പറയാനായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ദഹിക്കുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞേ തീരൂ. അതായത് എനിക്കിവിടെ പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ പണം ചെലവാക്കി ഇറങ്ങുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ആ ഒരു ബിഗ് ബോസിലൂടെ വരുന്ന ആളുകൾക്ക് ഒരുപാട് പണം സമ്പാദിക്കാനും ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം. പക്ഷേ അതുപോലെ തന്നെ പോസിറ്റീവിനേക്കാളേറെ അതിനുള്ളിൽ വരുന്ന ഓരോ വ്യക്തികളും നെഗറ്റീവ് അടിച്ച് പുറത്തു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ആ ഒരു ഷോ എന്ന് പറയുന്നത് നെഗറ്റീവ് ഷോ തന്നെയാണ്, അല്ലാതെ ആ ഒരു ഷോയിലൂടെ നമുക്ക് നല്ലതായിട്ടുള്ളത് ഒന്നും ചെകഞ്ഞെടുക്കാനായിട്ട് ഇല്ല. അപ്പോൾ അതാണ് ആ ഒരു ഷോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് ഷോ. അവിടെ നടക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അല്ലേ? അപ്പോൾ ഇവിടെ എനിക്ക് പറയാനായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഷോ തുടങ്ങിയിട്ട് ഇപ്പോൾ സീസൺ 7 ആയിട്ടുണ്ട്. ഈ നമ്മുടെ മലയാളത്തിലാണെങ്കിൽ മറ്റ് ഭാഷകളിലൊക്കെ മറാത്തിയിലായാലും ബംഗാളിയിലായാലും കന്നഡയിലായാലും ഹിന്ദിയിലായാലും എല്ലാ ഭാഷകളിലും ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഉണ്ട്. ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഷോ നടത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അതിലേക്ക് നമ്മൾ ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ സമൂഹത്തിന് ഒരു തരത്തിലുള്ള നന്മയും ഉണ്ടാകാത്ത, അല്ലെങ്കിൽ സമൂഹത്തെ തെറ്റായ രീതിയിലുള്ള മെസ്സേജുകൾ കൊടുക്കുന്ന തരത്തിലുള്ള ആളുകളെയെങ്കിലും അതിനുള്ളിലേക്ക് പടച്ചിറക്കാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനത് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മുടെ LGBTQ ആളുകളായിട്ടുള്ള ആദിലയുടെയും നൂറയെയും പറ്റിയിട്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് അതായത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ചാനലിൽ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റുകൾ, അതായത് ഞാൻ ഈ ആദിലയെയും നൂറയെയും വിമർശിച്ച് പറഞ്ഞ സമയത്തിന് അവരുടെ ഈ ഒരു ലെസ്ബിയൻ ലൈഫ് അടിപൊളിയാണ്, എനിക്ക് അസൂയയാണ് എന്നൊക്കെയുള്ള രീതിയിൽ വന്ന കമൻറ്റുകൾ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയാണ് ആ കമൻ്റ് ഇട്ടിരിക്കുന്നത്. അവർ ഒരു കമൻറ്റോ 2 കമൻറ്റോ അല്ല, അവരെക്കുറിച്ചിട്ട് ഈ സ്ത്രീകളെ കുറിച്ചിട്ട് വാദിച്ചു കൊണ്ടങ്ങ് കമൻ്റ് ഇടുകയാണ്. ഒരുപാട് കമൻറ്റുകൾ ഞാൻ അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിൽ ഈ ഒരു ഫോണേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ ഒരു സ്ക്രീൻഷോട്ടിലുള്ള കാര്യങ്ങൾ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് ഞാനെടുത്ത് പോസ്റ്റ് ഇടും, ഉറപ്പായിട്ടും പോസ്റ്റ് ഇടും. കാര്യം എന്താണെന്ന് വെച്ചാൽ, അറിയണമല്ലോ ഇങ്ങനെയും ആളുകൾ ഇതുപോലെയുള്ള ഷോകളൊക്കെ കണ്ടിട്ട് നെഗറ്റീവ് അടിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം. ശരിക്കും ഇവിടെ ആളുകൾ ഈ പെൺകുട്ടികളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ആദില നൂറ നല്ല ക്യൂട്ട്നെസ് ആണ്. അതുപോലെ ആദിലയും, ഇവർ രണ്ടുപേരും കൂടി നിൽക്കുമ്പോൾ ഒരുങ്ങി കെട്ടിയൊക്കെ നിൽക്കുമ്പോൾ, ചെറിയ പെൺപിള്ളേരാണ്, കാണാനൊക്കെ കുഴപ്പമില്ല, നല്ല സുന്ദരി പെൺകുട്ടികളാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇവരുടെ പിണക്കം ഇവരുടെ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ആളുകൾക്ക് തോന്നും, അയ്യോ നല്ല കുട്ടികൾ, എന്ത് നല്ല ലൈഫ്, അടിപൊളി എന്നൊക്കെയുള്ള തെറ്റായ മെസ്സേജുകൾ അവിടെ വരികയാണ്. അപ്പോൾ ഇങ്ങനെയും ജീവിക്കാമെന്ന് കുറച്ച് ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കുകയാണ്. പുതിയ തലമുറയിലുള്ള ചെറിയ കുട്ടികൾക്ക്, ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഇതിൽ ഒരു അട്രാക്ഷൻ തോന്നുകയാണ്. അതൊന്നും ഒരിക്കലും തോന്നില്ല എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ഇപ്പം ഈ ഒരു ഷോയിൽ തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മഹാമനുഷ്യൻ, അങ്ങേർക്ക് നല്ല വിശാലമായിട്ടുള്ള ഹൃദയമൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, ഇല്ലെന്നൊന്നും പറയുന്നില്ല, വലിയ ഹൃദയത്തിനുടമയായിരിക്കും. പക്ഷേ ആ ഒരു മനുഷ്യൻ തന്നെ നമ്മൾ കണ്ടതാണ്. ലക്ഷ്മി അവരെ ഈ പെൺകുട്ടികളെ വീട്ടിൽ കയറ്റില്ല എന്നുള്ള ഒരു പരാമർശം പറഞ്ഞപ്പോൾ, ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് പറഞ്ഞു. നല്ല കാര്യം, ആരെയും വീട്ടിൽ കയറ്റാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ അതോടൊപ്പം തന്നെ ലക്ഷ്മിയെ ഈ പെൺകുട്ടികളെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ലാലേട്ടൻ കുറേ കിടന്ന് കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. ലക്ഷ്മിയെ നന്നായിട്ട് കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. ഇത് കഴിഞ്ഞു പോയ കാര്യമാണ്. പക്ഷേ അതിപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റൊരു വീഡിയോയ്ക്കകത്ത്, അത് എൻ്റെ വീഡിയോ അല്ല, അല്ലാണ്ട് ഒരു വീഡിയോയുടെ അടിയിൽ കണ്ടൊരു കമൻറ്റാണ്. ആ ഒരു കമൻറ്റിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഒരു ലൈഫായിരുന്നു അടിപൊളി എല്ലാം കൊണ്ടും. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പുരുഷനെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം പിന്നെ അവൻ്റെ അധീനതയിലായിരിക്കും. എല്ലാ കാര്യത്തിനും അനുവാദം ചോദിക്കണം, എല്ലാം ഒരുതരം അടിമത്വം പോലെ. അതേസമയം ഇതാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഒരുമിച്ച് ജീവിക്കാമെന്ന്. എന്താ ഒന്ന് ഓർമ്മിച്ച് നോക്കൂ. എന്ത് വിവരക്കേടുകളും വിഡ്ഢിത്തരങ്ങളുമാണ് പറയുന്നത്. അതാണ് ഈ ഒരു പെൺകുട്ടികൾ ഈ ഷോയിൽ വന്നിട്ട്, ഈ ആദില എന്ന് പറയുന്ന പെൺകുട്ടി വളരെ മോശമായിട്ട് നിന്നിട്ടും
അധികം വോട്ട് ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷേ ജിസയിലും ജിഷിനും അതുപോലെ ബിന്നിയൊക്കെ പുറത്തു പോയിട്ടും ഈ 2 പെൺകുട്ടികളെയും അവിടെ സേവ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ബിഗ് ബോസിന്റെ ഒരു കുതന്ത്രം മാത്രമാണ്. കാരണം LGBTQ ആളുകൾ ഈ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ടുള്ള, ഈ ഒരു ഷോയ്ക്ക് അവരിൽ നിന്ന് കിട്ടുന്ന വോട്ടും സപ്പോർട്ടും പ്രതീക്ഷിച്ചിട്ട് മാത്രമാണ് ഈ ഭ്രാന്തൻ ഷോയിൽ ഈ 2 പെൺകുട്ടികളെ വിടാതെ നിർത്തിയിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നേരത്തെ ഔട്ടായി പോയിട്ടുള്ള പലരും നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇവരെ മാത്രം സേവ് ചെയ്ത് ഇങ്ങനെ ഇത്രയും വലിയ രീതിയിൽ ഗെയിം കളിക്കുന്നില്ല. എന്നിട്ട് കൂടി അവരെ അവിടെ സേവ് ചെയ്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് കാര്യം, അല്ലാണ്ട് മറ്റൊന്നുമല്ല. ഈ സമൂഹത്തിൽ ഈ ഷോ നൽകുന്ന ദ്രോഹം എന്ന് പറയാനാണെങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ കൊണ്ടുവന്ന് സമൂഹത്തിൽ ഇങ്ങനെയും മനുഷ്യർക്ക് ജീവിക്കാം എന്നുള്ള തെറ്റായ മെസ്സേജ് കൊടുക്കുക എന്നതാണ്. തെറ്റായ മെസ്സേജ് തന്നെയാണ് കൊടുക്കുന്നത്, അല്ലാതെ ഇതൊരു നല്ല മെസ്സേജ് ആണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. എന്ന് കരുതി ഈ കുട്ടികളോട് അറപ്പോ വെറുപ്പോ ഒന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു പ്രവൃത്തിയെ, ഈ ഒരു ലെസ്ബിയൻ എന്ന് പറയുന്ന ഒരു ലൈഫിനെ വളരെയധികം, വളരെ വികൃതമായിട്ട്, വളരെ പ്രകൃതി വിരുദ്ധമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗേ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടര്. എങ്കിൽ പിന്നെ ബിഗ് ബോസിന് ഒരു കാര്യം ചെയ്യായിരുന്നല്ലോ, ലെസ്ബിയനെ മാത്രം ആക്കേണ്ടിയിരുന്നല്ലോ. ഗേ ദമ്പതികളെ, ഗേ കപ്പിൾസിനെ കൂടി അവിടേക്ക് കൊണ്ടുവന്നുകൂടായിരുന്നോ? അപ്പോൾ എന്തായാലും എല്ലാ അർത്ഥത്തിലും ആളുകൾക്ക് ഒരുപാട് മാതൃകയാവുമായിരുന്നല്ലോ. ഇത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ടെന്നേ, ഒരുപാട് ഇങ്ങനെ ജീവിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഏഷ്യാനെറ്റിനെ പോലുള്ള ഒരു ഷോയിൽ ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഇന്ന് 70 ദിവസം പിന്നിട്ടിട്ട് പോലും ഇവരെ ഔട്ടാക്കാതെ അവിടെ തന്നെ നിർത്തി വാഴിക്കുന്നത് LGBTQ സപ്പോർട്ടും അവരുടെ വോട്ടും പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ്, അല്ലാണ്ട് മറ്റൊരു ഉണ്ടയും പ്രതീക്ഷിച്ചിട്ടല്ല. ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ശരിക്കും ഇതൊരു ഭ്രാന്തൻ ഷോയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഇതിലുള്ള ഒരു ലാഭം എന്ന് പറയുന്നത് നിൽക്കുന്ന ആളുകൾക്ക് ആ നിൽക്കുന്നിടത്തോളം സമയം പേയ്മെന്റ് കിട്ടും. അത് വലിയ കാര്യമാണ്. സാമ്പത്തിക സ്ഥിതിയിൽ നിന്നും പലർക്കും രക്ഷ നേടാൻ സാധിക്കും, കുറച്ച് നെഗറ്റീവ് അടിച്ചാലും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് പുറത്തിറങ്ങുമ്പോൾ സെലിബ്രിറ്റി ലുക്കൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ഉദ്ഘാടനങ്ങളും അതുപോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും, 10 പേര് അറിയും, ഇതൊക്കെയാണ്. പക്ഷേ എന്ന് കരുതി ഈ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ എത്രയോ നല്ല നല്ല ആളുകളുണ്ട്, ഈ പറയുന്ന, അതായത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലെസ്ബിയൻ ദമ്പതികളെ അവിടെ കൊണ്ടുവന്ന് വെറുതെ തളച്ചിട്ടപ്പോൾ എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ആംബുലൻസിൽ കൊണ്ടുവന്ന്, ആ പയ്യന്റെ പേര് ഞാൻ മറന്നുപോയി, മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുവന്ന് വൈറലായ ഒരു യുവാവ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പുള്ളിക്കാരൻ്റെ പേര് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ. ആ പുള്ളിക്കാരന് നല്ല അംഗീകാരങ്ങളൊക്കെ കിട്ടിയതാണ്. അതായത് സാധാരണ ഒരു ആംബുലൻസിനൊരു സ്പീഡുണ്ട്, ആ സ്പീഡിനെയും കവച്ചു വെച്ചിട്ട് എത്രയോ മിനിറ്റ് കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ ആ ഒരു യുവാവിനെ, അത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഒരു യുവാവുണ്ട്, ശവംവാരി എന്നാണ് ആ പുള്ളിക്കാരനെ അറിയപ്പെടുന്നത്. പുള്ളിക്കാരൻ്റെ പേര് വേറെയാണ്, പക്ഷേ ശവംവാരി എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാലോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാലോ ആ പുള്ളിക്കാരനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അയാളുടെ ലൈഫിൽ ഇപ്പോഴാണ് അയാൾക്ക് വിവാഹം കാര്യങ്ങളൊക്കെ കുറച്ച് നാളുകളെ ആയോളൂ കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഒരു കുട്ടിയുണ്ടെന്ന് തോന്നുന്നു. കാരണം അയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം തൊട്ടേ ഇതാണ്, ചെറുപ്പക്കാരനാണ്, കൊച്ചു പയ്യനാണ്. അപ്പോൾ ഇത്തരത്തിൽ സമൂഹത്തിന് മാതൃകയായിട്ടുള്ള വ്യക്തികളെ വേണം ഇതുപോലെയുള്ള റിയാലിറ്റി ഷോകളിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളത്. അതുപോലെ തന്നെ കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, അറിയപ്പെടുന്ന മനുഷ്യരുണ്ട്, ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള, അവരെയൊക്കെ കൊണ്ടുവരണം. അല്ലാതെ ഇതുപോലെ കുപ്രസിദ്ധി നേടിയ, ഇതുപോലെ സമൂഹത്തിന് ദ്രോഹം മാത്രം ചെയ്യുന്ന, ഇതുപോലെ സമൂഹത്തിന് ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ള വ്യക്തികളെ കൊണ്ടുവന്നിടുന്നതിൽ എന്താ അർത്ഥം? വളരെ മോശമായിട്ടുണ്ട്. ഈ ഒരു ഷോയെ ഭ്രാന്തൻ ഷോയാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ആളുകൾക്കും, ഈ ഒരു ഷോയുടെ പ്രൊഡ്യൂസർ, അങ്ങനെയുള്ള എല്ലാവർക്കും ഉപയോഗം തന്നെയാണ്. അതിനേക്കാളേറെ ഉപയോഗം എന്ന് പറയാനായിട്ട് പുറത്ത് നിൽക്കുന്ന യൂട്യൂബ് ചാനലുകൾക്കെല്ലാം ചാകരയാണ്. ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലുടനെ സത്യം അവർക്ക് ചാകരയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഷോ നടക്കട്ടെ, ഷോ നിർത്തണമെന്നല്ല നമ്മൾ പറയുന്നത്. ഇതുപോലെയുള്ള കപ്പിൾസുകളെ ഒന്നും കൊണ്ടുവരാതിരിക്കുക, ഇമാതിരി ചെറ്റത്തരങ്ങളും തെണ്ടിത്തരങ്ങളും കാണിക്കാതിരിക്കുക, അത്രേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയണമെന്ന് താല്പര്യമുണ്ട്. എന്നെ തെറി വിളിക്കുന്നവർക്ക് വിളിച്ചിട്ട് പോവാം. കമൻറ്റ് ബോക്സിലല്ലേ തെറി വിളിക്കുന്നത്, തിരിച്ചതിനപ്പുറത്ത് 18 മറുപടി ഞാനും തരും, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്
സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും